പ്രാർത്ഥന ആരംഭിക്കുന്നു. എല്ലാവരും നേരത്തെ അച്ഛൻ ആർപ്പിച്ചതുപോലെ മെഴുകുതിരി കത്തിക്കുന്നത് അകലത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. നമ്മുടെ പരേതരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലൂടെ നമുക്ക് ലഭിച്ച നല്ല പ്രവൃത്തികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കാം. അവർ കാണിച്ചു തന്ന നല്ല പാത പിൻപറ്റുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിനുവേണ്ട ദൈവം തമ്പുരാൻ കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവാർപ്പണം നടത്താം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം ശരണത്താലെ നിൻ കൃപയിൽ മരണ ബാറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. സഭ മുഴുവനായ വിശ്വാസികളായ സകല വാങ്ങിപ്പേരിവർക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലപുണ്യവും മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനായുള്ളവേ നിനക്ക് സ്തുതി. കബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുന്നതിനായുള്ളവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. നിന്നെ അയച്ച പിതാവിനും നിന്റെ വിശുദ്ധർക്കായിക്ക് പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവേ, വിശ്വാസ ഞങ്ങളെ വാങ്ങിപ്പോയവരെ സ്വർഗീയ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമേ. മാനുഷികമായ ബലഹീനത ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളും ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നദാ, ഞങ്ങളുടെ കുറ്റങ്ങൾ ചെളിയുടെ തുള്ളി പോലെയും അവിടുത്തെ കരുണ മഹാസമുദ്രം പോലെയുമാകുന്നുവല്ലോ. നദാ, നിന്റെ കരുണയും കടലിൽ നിന്റെ ദാസരായവരുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ ചെളിയുടെ തുള്ളി പോലെയും അവിടുത്തെ കരുണ മഹാസമുദ്രം പോലെയുമാകുന്നുവല്ലോ. നിന്റെ കരുണയും കടലിൽ അവരുടെ കുറ്റങ്ങളും തെറ്റുകുറവുകളും കഴുകി വെട്ടിപ്പാക്കി നിർമ്മലീകരിക്കണമേ. കർത്താവേ, നിന്റെ അവസാനത്തെ നാളിലെ കർത്താവിൽ മൃതരായവരെ എന്ന് വിളിക്കുമ്പോൾ കർത്താവേ, നിന്റെ ശബ്ദം കേട്ടുണർന്നെഴുന്നേൽക്കുവാൻ വിശ്വാസ ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് സംഗതിയാകണമേ. തമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ വലിയ അവസരത്തിൽ വിശ്വാസ ഞങ്ങളുടെ വാങ്ങിപ്പോയവരോട് ഒരുമിച്ച് നിന്നെ എതിരേൽപ്പാനുള്ള കൃപ ബലഹീനരും പാപികളുമായ ഞങ്ങൾക്ക് ലഭിക്കണമേ. ഞങ്ങളുടെ ശിഷ്ടായുസ്സ് ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാനും വിശുദ്ധിയിലായിരിക്കാനും തമ്പുരാന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഉത്ബോധ്യത്തോടെ മരണാവബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് പ്രിയപ്പെട്ടവരായി വിശുദ്ധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകമോഹങ്ങളിൽ മുഴുകിപ്പോകാതെ തമ്പുരാനെ, നിന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിതം അവസാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. നാഥാ, ഞങ്ങളെയും ഞങ്ങളെ വാങ്ങിപ്പോയവരെയും സ്വർഗീയ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമേ. ആദ്യം നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാവട്ടെ.
രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു നീ പാനം ചെയ്തു മൃതരായോരെ നാശം നീക്കി ചണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി സുലാമോലമറോൽ റൂഹ കാതീശോ ജീവിപ്പിപ്പാൻ കരുണ നിറഞ്ഞവേണി നിന്നോടെ സൃഷ്ടിയനി പുതുതാക്കിയിട കനിയണമേ സഹാകുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ നാം വരുവോൻ മൃതനുയിരും സുതേനെ ശരീര മകൾ പാടിനാമേ പുനരുദ്ധാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ ശരണത്താ നിദ്രയിലായി നിന്റെ രാവിനു കാത്തിടും മൃതരിൽ കാണിയണമേ ആയിരവറായത്തെ ദൈവമേ സഹാക്കൊണിയും യാക്കോബിനുടേയും മടിയിൽ പാർക്കണമേ നവനാം വരുവോൻ മൃതനുയിരും സുതേനെ ശരീര മകൾ പാടണമേ കരുണ നിറഞ്ഞവരേ ധാനത്തിൽ നിന്നോടെ സൃഷ്ടിയനെ പുതുതാക്കിയിടണമേ ശരണതാ നിദ്രയിലായി നിന്റെ വാരാവിനു കാത്തിടും മൃതരിൽ കാനിയണമേ ദൈവമീ സഹാകുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ
നാം വരുവോ തന്നുയിരും ശരീരാ മാക്കൾ പാടണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന് സൃഷ്ടിയെ പുതുതാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് അവരവനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിനെയും നീരെ പാർപ്പിക്കണമേ. വന്നവരും മരിച്ചുള്ളക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ബറക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച നമ്മൾ വാങ്ങിപ്പോയ വിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ മേലും ഇപ്പോഴും അല്ല ഇപ്പോഴും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാവട്ടെ.